ഗുഡ് മോർണിംഗ് ആൻഡ് ഗ്രേറ്റ് ഇൻജസ്റ്റിനി. നമ്മുടെ ആത്മീയതയുടെ അളവുകൾ പലപ്പോഴും ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ ആത്മീയനാണ്, ഇത് ഇന്നയാൾ ആത്മീയനാണെന്ന് നമ്മൾ പറയാൻ ഉള്ള നമ്മുടെ ആ ഒരു മെഷർ അത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ അവരുടെ ഡ്രസ്സിങ് കണ്ടിട്ടായിരിക്കും അവർ വൈറ്റ് മാത്രം എടുത്തുള്ളൂ, എന്ത് സിമ്പിളാണ്. അല്ലെങ്കിൽ അവരുടെ സംസാരമായിരിക്കാം, നമുക്ക് എന്ത് സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്, പെരുമാറ്റം എന്ത് താഴ്മയാണ്. അവർ കർത്താവിന് വേണ്ടി എന്ത് ഓടുക, രാവും പകലുമില്ലാതെ അവർ ഓടുന്നു, എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ അസസ് ചെയ്യുന്ന പല രീതിയിലാണ്. നമ്മൾ നമ്മളെ തന്നെയും വിശുദ്ധരാകാൻ ശ്രമിക്കുന്നതും ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. കൂടുതൽ സമയം ബൈബിൾ വായിക്കുക, വളരെ സൗമ്യമായിട്ട് സംസാരിക്കുക, അകത്ത് ദേഷ്യം വരുമ്പോഴും പുറമെ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുക, നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ നടത്തുക, ഇതൊക്കെ. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതുപോലെ കർത്താവ് നമ്മൾ യഥാർത്ഥമായിട്ടൊരു ആത്മീയനാണോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോട് എത്രമാത്രം സ്നേഹമുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ദൈവം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആത്മീയൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്, അതിൻ്റെ പ്രേരക ശക്തി കർത്താവിനോടുള്ള സ്നേഹമാണോ, പ്യുവർ ലവ് ആണോ, അതോ മറ്റെന്തെങ്കിലുമൊക്കെയാണ്. കാരണം പല കാര്യങ്ങൾ കൊണ്ട് നമുക്കിതെല്ലാം ചെയ്യാം കേട്ടോ. ഒരേ കാര്യം തന്നെ പല ഉദ്ദേശത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യണം. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞതൊക്കെ പോട്ടെ, കഴിഞ്ഞ കാലത്ത് നമുക്ക് ഒത്തിരി അല്ല അബ്ദുള്ള പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവും. എനിക്കറിയാം കുറേ പറഞ്ഞെങ്കിൽ എനിക്ക് കുറേ റിയലൈസ് ചെയ്തു കേട്ടോ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് സംസാരിക്കാൻ തുടങ്ങി, ഒരു ബോധ്യം തരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്നെ തന്നെ പരിശോധിച്ചു. പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ഒന്ന്, കുറച്ചൊരു ലീഗലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട്, കുറ്റബോധം മാറാനായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെന്ന രീതി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കുറവ് വേണ്ടാന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മൾ ആത്മീയരായിട്ട് നമ്മുടെ ആത്മീയതയിൽ നമുക്ക് എപ്പോൾ പൂർണ്ണ തൃപ്തി തോന്നുന്നു ഓർത്തോളം നമ്മുടെ ഡിക്ലൈനിങ് അവിടെ തുടങ്ങി കേട്ടോ. മിനിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ ദൈവം വചനം ആവശ്യപ്പെടുന്ന മിനിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അതിനുശേഷം നമ്മൾ തൃപ്തിയോടുകൂടി ഇനി ഇങ്ങനെയൊക്കെ പോയാൽ മതി, കർത്താവെ വേഗം വരണമെന്നുള്ള പ്രാർത്ഥനയുമായിട്ടാണെങ്കിൽ ഓർത്തോണം നമ്മൾ അറിയുകയില്ല. നമ്മൾ ടോപ്പിലൊരു കുന്നിൻ്റെ മുകളിലെത്തി, അവിടെ നമ്മൾ വേഗം താഴോട്ട് പോകുന്നത്. കുന്നിൻ്റെ മുകളിൽ നമ്മൾ എത്തിയിട്ടില്ല, വാസ്തവത്തിൽ കയറാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് തോന്നി നമ്മൾ മുകളിലെത്തി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി താഴോട്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ. കാരണം നിൽക്കുന്നു കരുതാൻ പറ്റത്തില്ല. അത് കർത്താവിൻ്റെ വരവ് വരെയും ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് കർത്താവിൻ്റെ വരവിൽ കർത്താവിനെ നമ്മൾ നേരിൽ കാണുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ കർത്താവിനെ പോലെ ആയിട്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് വരുന്നത്. അതുവരെയും ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. പക്ഷെ ഇന്ന് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ബോധ്യമില്ല. ഇപ്പം ഞാൻ തന്നെ നമ്മൾ ഒത്തിരി ചുറ്റുപാടുള്ള എന്നെ തന്നെ ഞാൻ ഒത്തിരി പരിശോധിക്കാറുണ്ട്, ചുറ്റുപാടുള്ളവരെ കാണാറുണ്ട്. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ ആദ്യമേ നല്ല ഫയറാണ്, കുറേ വർഷത്തേക്ക് നല്ല ഫയറാണ്. പിന്നീടോ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് ഈ പെട്രോളിനൊക്കെ നമുക്ക് പെട്രോൾ കാസൊക്കെ നമുക്ക് പെട്രോളിന് അന്നും നല്ല വിലയാണ്, അന്നത്തെ കാലം അനുസരിച്ച് നല്ല വില തന്നെയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ചെയ്യുന്നൊരു കാര്യം, അന്ന് ഈ ഓട്ടോമാറ്റിക് കാസൊന്നുമില്ല, അന്ന് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നല്ല സ്പീഡ് എടുത്തിട്ട് പിന്നെ വണ്ടി ഓഫ് ചെയ്യും, ന്യൂട്രടിക്കും. അപ്പം പ്രത്യേകിച്ച് ഇറക്കമൊക്കെ ആണെങ്കിൽ അത്രയും പെട്രോൾ നമുക്ക് സേവ് ചെയ്യും. ഇന്നാരും ചെയ്യാറില്ല, കാരണം ഇന്നത്തെ എൻജിൻ അങ്ങനെയല്ല ട്യൂൺ ചെയ്യുന്നത്. അങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, സ്റ്റിയറിംഗ് എല്ലാം ലോക്കാവും, അല്ലെ ബ്രേക്ക് കിട്ടാതെ. അപ്പോൾ നന്നായിട്ട് സ്പീഡ് എടുത്തിട്ട് ന്യൂട്രൽ അടിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി. എന്ന് പറഞ്ഞല്ലോ പലരുടെയും ആത്മീയത നല്ല
ഒരു എരിവോടുകൂടി ഒരു ഫയറോടുകൂടി തുടങ്ങിയിട്ട് എഞ്ചിനങ്ങ് ഓഫ് ചെയ്യും. പിന്നെ ആ വരുന്ന സ്പീഡിൽ കുറേ ദൂരം ഇങ്ങനെ പോവുക, എഞ്ചിൻ ഓഫാണ്, പിന്നെ അതിന് മുമ്പോട്ട് പോകുന്നത്. അതിനൊരു ലിമിറ്റുണ്ട്. ഇപ്പം എവിടെയെങ്കിലും അങ്ങനെ തണുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റിന്യൂഡ് കെടാതെ, അതാ വെളിപാട് പുസ്തകത്തിൽ പറയാം, നിന്റെ എന്താ പറയുക, ആ തീ ചാരം മൂടി കിടക്കുക, അതിനൊന്ന് ഊതി കത്തിക്കുന്നത്. കാരണം ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ അല്ലെങ്കിൽ ഇറ്റേണൽ വാല്യൂ, നിത്യമായ ആ ഒരു വിലയുള്ളതാണ്. ബാക്കിയെല്ലാം ടെമ്പററി, അതെല്ലാം ഈ ലോകം കൊണ്ട് തീരുന്നതാണ്, അല്ലെ ഇന്ന് കണ്ട് നാളെ ഇല്ലാതാകുന്ന സാധനം. പക്ഷേ നമ്മുടെ നിത്യജീവനും കർത്താവും ഒക്കെ വാഗ്ദാനം ചെയ്തിരിക്കുന്നതും നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള റിയൽ റിച്ചസ് എന്ന് പറയുന്നത് അതാണ്, കർത്താവിനോടുള്ള വാസം. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ അച്ചീവ്മെൻറ്റ്സ് ഒന്നുമല്ല കേട്ടോ. അപ്പം അതിൻ്റെ മെയിൻ കാതൽ, അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് കർത്താവിനുള്ള സ്നേഹമായിരിക്കണം. അല്ല എങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു എന്നാ പറഞ്ഞേ, അത് ഡെഡ് വർക്കായിട്ട് മാറും. നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുകയല്ല, അല്ലെങ്കിൽ ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയല്ല, അല്ല കുറേ നന്മ ചെയ്യുകയല്ല. എനിക്കെൻ്റെ കർത്താവിനുള്ള സ്നേഹത്തിൽ അതിനേക്കാൾ ഉപരിയല്ല മറ്റൊന്നും. എനിക്ക് ലോകം തരുന്ന സന്തോഷം, അതിനേക്കാൾ ലോകത്തിൽ തരുന്ന സന്തോഷത്തേക്കാൾ ഉപരിയാണ് കർത്താവിനുള്ള എൻ്റെ സന്തോഷം. അതുകൊണ്ട് ലോകം തരുന്ന പല സന്തോഷത്തിൽ നിന്നുണ്ടെങ്കിൽ എല്ലാ സന്തോഷവും മോശമാണെന്നല്ല എനിക്ക് പറയുന്നത്. ലോകം തരുന്ന ഒരു സന്തോഷം നമുക്കറിയാം എന്തൊക്കെയാണ്. പലതിൽ നിന്നും ഒരു ഉദാഹരണം, മദ്യത്തിൽ നിന്ന്, അല്ലെ മയക്കുമരുന്നിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, വൈൽഡ് പാർട്ടീസിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം. അത് നമ്മൾ കർത്താവിൽ നിന്നുള്ള സന്തോഷം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നു. ബാക്കി അടുത്ത എപ്പിസോഡ് കർത്താവ്.